വീട്ടിലിരുന്ന് വരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് 4 സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പൈസ കൈക്കലാക്കി. ആ 4 സ്ത്രീകളും ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളിൽ ഒരാളും സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായും കാണണം. എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. 4ഓളം സ്ത്രീകൾ അവരെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ട്രേഡിംഗ് ആപ്പിലേക്കാണെന്ന് പറഞ്ഞ് ചെറിയ ചില ടാസ്കുകളൊക്കെ കൊടുത്ത് ആ ടാസ്ക് പൂർത്തീകരിക്കുന്നതോടുകൂടി ആദ്യം ചില വരുമാനങ്ങൾ തിരിച്ചു നൽകി. പിന്നെയും പിന്നെയും അതിൽ അവർക്ക് ഹരം സൃഷ്ടിച്ച് കൂടുതൽ പൈസ അവരിൽ നിന്ന് വാങ്ങിയെടുത്ത് ഏകദേശം 23 ലക്ഷത്തോളം രൂപയാണ് 4 സ്ത്രീകളിൽ നിന്നായി ഇവർ വസൂലാക്കിയിരിക്കുന്നത്. പിന്നീട് ഒരു ഘട്ടമെത്തിയപ്പോൾ അവർ നൽകിയ വരുമാനത്തിൻ്റെ ചെറിയൊരു തുകയുടെ മേൽ ബാങ്കിൽ നിന്ന് ലീൻ മാർക്ക് ചെയ്യപ്പെട്ടു എന്ന അറിയിപ്പ് വരുന്നതോടുകൂടിയാണ് ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ സ്ത്രീകൾ മനസ്സിലാക്കുന്നത്. ഇത് സാധാരണക്കാരായ സ്ത്രീകളെയല്ല, വിവരവും വിദ്യാഭ്യാസവുമുള്ള ഡിഗ്രി യോഗ്യതയുള്ള സ്ത്രീകളാണ് ഇവിടെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മുഴുവൻ സ്ത്രീകൾ ഭർത്താക്കന്മാർ പോലും അറിയാതെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യത്തിൽ നിന്നാണ് ഈ തട്ടിപ്പിൻ്റെ ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് ആ 4 സ്ത്രീകളും ആത്മഹത്യയുടെ വക്കിലാണ്. ഭർത്താക്കന്മാർ ഇപ്പോഴും അത് അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അറിഞ്ഞ സമയത്ത് തീർച്ചയായും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ വീഡിയോ ഭർത്താക്കന്മാർ കാണുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും കാണാനിട വരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരോട് ഒറ്റ അപേക്ഷയേ ഉള്ളൂ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. ഇവരൊക്കെയും ആത്മഹത്യയുടെ വക്കിലാണ്. പണമോ നഷ്ടപ്പെട്ടു, ജീവനും കൂടി നഷ്ടപ്പെടുന്നത്, 4 കുടുംബങ്ങൾ തകരുന്നത് അതിലേറെ വലിയ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ചിന്തിക്കുന്നതിന് പകരം തട്ടിപ്പ് നടത്തിയ ആളുകളെ കൃത്യമായി പിടികൂടി അവരിൽ നിന്ന് ആ പൈസ തിരിച്ചു വാങ്ങാനുള്ള പോരാട്ടം നടത്തുക. ഇതിൽപ്പെട്ട ഒരു സ്ത്രീ എന്നോട് വളരെയധികം അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ സ്ത്രീ പറയുന്ന വാക്ക് നിങ്ങൾ തന്നെ കേട്ടു നോക്കണം. തൃശ്ശൂരാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളൊരു തട്ടിപ്പിനിരയായതാണ്. സൈബറിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും മൂവ് ആയിട്ടില്ല. ഞങ്ങളൊരു വർക്ക് ഫ്രം ഹോം, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതാണല്ലോ നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട്, നിങ്ങൾക്ക് പുറത്ത് ജോലിക്ക് വിടാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിട്ട് ഈ വർക്ക് ഫ്രം ഹോം കണ്ടു, അതിൽ പോയതാണ്. അപ്പോൾ കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ആയിരുന്നു ഫസ്റ്റ്. അതിൽ നമ്മൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അതിൽ നമുക്ക് സാലറി വന്നു, 700 രൂപയായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു ടെലഗ്രാമിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ ട്രേഡിംഗ് എന്ന പേരിലാണ് ഇവർ പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് ഒരു 3000 രൂപ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3900, അതായത് 900 രൂപ നമ്മൾ തന്നെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. അവർ ലിങ്ക് അയച്ചു തരും, അവർ പറഞ്ഞു തരും നമുക്ക് ഇന്ന പോലെയാണ് ചെയ്യേണ്ടത്, അതേപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് ലിങ്ക് അവർ അയച്ചു തരും. നമുക്ക് കണ്ടിട്ട് ഒരു സംശയം വന്നു. ഞാൻ ഡിഗ്രി വരെ പഠിച്ച വ്യക്തിയാണ്. നമുക്കത് കണ്ടിട്ട് നമുക്കങ്ങനെ ഒരു ഫേക്ക് ആണെന്നോ, സത്യം പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം പോയി പെട്ടിട്ട് നമുക്കങ്ങനെ ഇതൊരു ഫേക്ക് ആണ്, സ്കാമേഴ്സ് ആണെന്നുള്ള യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് 3000 ഇറക്കി. അപ്പോൾ ഒരു 3 ടാസ്ക് ആയിട്ടാണ് അവർ തരാം. അപ്പോൾ ഇങ്ങനെ ടാസ്കുകൾ തരുന്നതോറും നമ്മൾക്ക് ഇങ്ങനെ എന്തോ ഒരു എനർജി കൂടുന്ന പോലെ അതിലേക്ക് നമ്മൾ വീണ്ടും ക്യാഷ് ഇറക്കി. അപ്പോൾ ഞങ്ങളൊരു 3-4 പേര് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തരുന്ന ടാസ്ക് ചിലപ്പോൾ ഒരു 3 മിനിറ്റ് ഒക്കെ തരുമ്പോൾ നമുക്ക് അതിൽ പ്രശ്നം വരും. അതായത് നമ്മൾ മിസ്റ്റേക്ക് സാധാരണയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇതായിട്ടുള്ളവരല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് അതിൽ നമ്മൾക്ക് ഫോൾട്ട് വരും. അപ്പോൾ അവർ പറയും 40% നിങ്ങളുടെ എമൗണ്ടിൻ്റെ 40% അടയ്ക്കണം എന്ന് പറയും. അപ്പോൾ അതങ്ങനെ അടച്ചു. അങ്ങനെ നമ്മുടെ ഇപ്പോൾ ടോട്ടൽ ഞങ്ങൾ ഇപ്പോൾ 3-4 പേരുടെ ക്യാഷ് പോയിരിക്കുന്നത് ഒരു 23 lakhs വരെ ഉണ്ട്. ഇത് നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തതല്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചും. നമുക്ക് ഇതൊരു ലോസ് വരുമ്പോൾ അത് ആ ക്യാഷ് ഇട്ടിട്ട് ഇത് ക്ലിയർ ആക്കാലോ എന്ന് കരുതി ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. നമ്മുടെ വീട്ടിലൊന്നും അറിയില്ല, എല്ലാവരുടെയും ഭർത്താക്കന്മാർ പുറത്താണ്. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് നമുക്ക് വീട്ടിലേക്കുള്ളൊരു ഇതായിക്കോട്ടെ എന്ന് കരുതി ചെയ്തത്. പക്ഷേ ഗോൾഡ് വെച്ചതും അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ക്യാഷ് അവരുടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഇതിൽ ഇറക്കിയത്. 23 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മളുടെ നിന്ന് ടോട്ടൽ ലോസ് ആയിട്ടുണ്ട്. നമ്മൾ സൈബറിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് 1930 കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു. അപ്പോൾ സാറ് പ്രത്യേകം സാറിൻ്റെ വീഡിയോസ് ഇഷ്ടംപോലെ ലൈക്കും ഇതൊക്കെ കിട്ടുന്നുണ്ട്, വ്യൂസും ഉണ്ടോന്ന് ഇത് ഒരു ഇതായിട്ട് സാറ് വീഡിയോ ചെയ്യാന്നുണ്ടെങ്കിൽ സാറിന് അത് പറയാം. വർക്ക് ഫ്രം ഹോമിൻ്റെ പേരിൽ നടക്കുന്ന ഭയങ്കര തട്ടിപ്പുകളാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തത്ര, ആരോടും പറയാനും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. വളരെ മോശമായ കണ്ടീഷനാണ്. അതൊന്നും സാറിന് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാറിന് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊറ്റൊരു അപേക്ഷയോട്, അധ്വാനിച്ചുകൊണ്ടല്ലാതെ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ആര് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിലും അവരോട് മുഖം തിരിഞ്ഞു നിൽക്കുക. നേരത്തെ ഞാനൊരു 5 രൂപയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതിനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. 9 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ ഫേസ്ബുക്കിൽ മാത്രം കണ്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ ബഹുഭൂരിഭാഗവും ഇങ്ങനെ പറ്റിക്കപ്പെടുന്നതിനെക്കുറിച്ച്, അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഈ സ്ത്രീയും എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഞങ്ങളോ പെട്ടുപോയി, ഇനി ഭാവിയിൽ ഒരാളും പെട്ടുപോകരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ നിങ്ങൾ നിർബന്ധമായും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഒറ്റൊരു കാര്യം മാത്രമാണ്: വളഞ്ഞ വഴിയിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും അത്യന്തികമായി നമ്മൾ ഉപേക്ഷിക്കുക. ഇല്ലെങ്കിൽ അത് വലിയ കുഴിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ട് ചെന്നിടുന്നത് എന്ന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പാഠങ്ങളായിട്ടുണ്ട്.